അലമീൻ വിവാദങ്ങളിൽ തുടങ്ങി വികസനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ? ഏതായാലും കൊട്ടിക്കലാശം എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ഒരു മാസത്തിലേറെ പാലക്കാട് കണ്ടത് സമാനതകളില്ലാത്ത പ്രചരണ കോലാഹലങ്ങളാണ്. ജനകീയ വിഷയങ്ങൾ അനവധി ഉണ്ടായിരുന്നു, നിരവധി ഉണ്ടായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ, പ്രതിപക്ഷത്തിനെതിരെ ജനകീയമായി ഉന്നയിക്കാവുന്ന വിഷയങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും കൈവയ്ക്കാതെ തീർത്തും വിവാദങ്ങളിൽ അഭിരമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണികളെയും പ്രചരണ പ്രവർത്തനത്തെയുമാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിലേറെ പാലക്കാട് കണ്ടത്. അതിന് കൊടിയിറങ്ങുന്നതിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയും ഇതുവരെ നടത്തിയ എഫേർട്ട്, ഇതുവരെ നടത്തിയ പ്രചരണം അത് കൂടുതൽ ശക്തമായി വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഓരോ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഈ പറയുന്നത് പോലെ കലാശക്കൊട്ട് നടക്കുമ്പോൾ അത് വലിയ ശക്തി പ്രകടനമാക്കാൻ ഓരോ മുന്നണികളും കാത്തിരിക്കുകയാണ്. UDF-നെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റാണ്, സിറ്റിംഗ് മണ്ഡലമാണ്, അത് നിലനിർത്തുക എന്നതിൽ കവിഞ്ഞൊന്നും അവർ മുന്നിൽ കാണുന്നില്ല. പക്ഷേ സുഗമമായി വിജയിച്ചു വരാനുണ്ടായ സാഹചര്യങ്ങൾ വിവാദങ്ങളിൽപ്പെട്ട് അതിനൊരു മങ്ങലേറ്റിരുന്ന ആശങ്ക UDF ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ കാടിളക്കിയുള്ള പ്രചരണം നമ്മൾ കണ്ടു. നാളെ കലാശക്കൊട്ടിലും സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. LDF ക്യാമ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും അതിൽ നിന്നൊരു മാറ്റം LDF പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവിടേക്കാണ് സരിൻ എന്ന സ്ഥാനാർത്ഥി വരുന്നതും രംഗം മാറുന്നതും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് കളം കൂടുതൽ ചടുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടത് ക്യാമ്പിന് ആവേശം പകർന്നതും. സ്വാഭാവികമായും സരിൻ എന്ന ആ ചൂണ്ടയിൽ വോട്ടർമാർ കൊത്തും എന്നുള്ളത് ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സരിനെ മുൻനിർത്തി വലിയൊരു മുന്നേറ്റം ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്നും ഇന്നലെയും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത 6 പൊതുയോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. നാളെ ഇടത് ക്യാമ്പിന്റെയും ആവേശം തീർക്കുന്നതിന് പ്രവർത്തകർ വലിയ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ആ അർത്ഥത്തിൽ നടക്കുന്നുണ്ട്. NDA സംബന്ധിച്ച്, BJP-യെ സംബന്ധിച്ച് തൊട്ടില്ല എന്നുള്ള രീതിയിൽ നേതാക്കളൊക്കെ പറയുന്നത് പോലെ ചുണ്ടിനും കപ്പിനുമിടയിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏതു വിധേനയും ഇത്തവണ തിരിച്ചു പിടിക്കണമെന്ന നിലയിൽ അടിത്തട്ടിളക്കിയുള്ള പ്രചരണമാണ്. അത് പുറമേ നമ്മൾ നോക്കുമ്പോൾ പ്രചരണ കോലാഹലങ്ങളൊന്നും BJP ക്യാമ്പിൽ പ്രകടമായിരുന്നില്ല. പക്ഷേ താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രതീക്ഷയുടെ പേരിലേറിയാണ് BJP സ്ഥാനാർത്ഥിയും NDA ക്യാമ്പും മുന്നോട്ട് പോകുന്നത്. നാളെ അത് പ്രകടമാക്കും തരത്തിലുള്ള ശക്തി പ്രകടനത്തിന്റെ ഒരു വേദിയായി കലാശക്കൊട്ടിന് NDA ക്യാമ്പും കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാടിളക്കിയുള്ള പ്രചരണം എങ്ങനെയൊക്കെയാണോ കഴിഞ്ഞ 1.5 മാസം രാഷ്ട്രീയ കേരളത്തെ ഇളക്കിമറിച്ചത്, പാലക്കാട്ട് മാത്രമായിരുന്നില്ല അതിന്റെ പ്രതിഫലനം, അത് രാഷ്ട്രീയ കേരളത്തിൽ മുഴുവൻ അതിന്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു. അതിനെ കവച്ചു വെക്കും തരത്തിലുള്ള ഒരു കലാശക്കൊട്ട് തന്നെയായിരിക്കും നാളെ ഉണ്ടാവുക. ഇതെല്ലാം വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ 23 വരെ കാത്തിരിക്കണം. ഏതായാലും അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം മുന്നണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിനിത, വലിയ ആവേശത്തോടുള്ള ഒരു കലാശക്കൊട്ടിനായിരിക്കും, പ്രചരണ കൊടിയിറക്കത്തിനായിരിക്കും നാളെ പാലക്കാട് സാക്ഷിയാവുക, വേദിയാവുക. വിനിത, ശരി. ആ കലാശക്കൊട്ടിന്റെ ഓരോ അപ്ഡേറ്റുകളും അപ്പോൾ നൽകാൻ, അതിന്റെ ദൃശ്യങ്ങളൊക്കെ നൽകാൻ ടീം റിപ്പോർട്ടർ തയ്യാറാണ് പാലക്കാട് നിന്നും.